BJP MP ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ തനികോണം വിളിച്ചോതുന്ന നടക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. മാധ്യമപ്രവർത്തകർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അയാൾ എന്താണ് എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം, ഇവിടെ പ്ലേ ചെയ്യാം. അതിനു മുൻപ് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ഇയാൾക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചപ്പോൾ സംഘപരിവാർ പറഞ്ഞത് അയാൾ അങ്ങനെ ആരെയും പീഡിപ്പിക്കില്ല, ആരെയും ലൈംഗികമായിട്ട് ഉപദ്രവിക്കില്ല, അത് ഞങ്ങളുടെ മുത്താണ്, ഞങ്ങളുടെ ശക്തിമാനാണ്. അങ്ങനെയാണ് ഈ ബ്രിജ്ഭൂഷണെ BJP-ക്കാരൊക്കെ വിളിക്കുന്നുള്ളത്. ആ ബ്രിജ്ഭൂഷന്റെ വ്യക്തമായിട്ടുള്ള മുഖം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വാദോരാതെ സംസാരിക്കുന്ന BJP-യുടെ നരേന്ദ്രമോദി അടങ്ങുന്ന സ്മൃതി ഇറാനി അടങ്ങുന്ന ആളുകളൊക്കെ കാണണം ഒരു മാധ്യമ പ്രവർത്തകയോട് BJP നേതാവ് കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം. എന്തായാലും ഇയാൾക്കെതിരെ ഡൽഹി പോലീസ് വ്യക്തമായൊരു കുറ്റപത്രം ഡൽഹി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ കുറ്റപത്രത്തിൽ ഇയാൾ ചെയ്തിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ വ്യക്തമാക്കിയിട്ട് ഡൽഹി പോലീസ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാം. കണ്ടോ ഇയാളെ കണ്ടോ? അതായത് മാധ്യമപ്രവർത്തക വ്യക്തമായി ചോദിക്കുന്നു, നിങ്ങൾക്കെതിരെ ചാർജ് ഷീറ്റിൽ വ്യക്തമായിട്ടുള്ള ആരോപണങ്ങളാണല്ലോ, പോലീസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ കുറ്റപത്രത്തിൽ നിങ്ങൾക്കെതിരെ വ്യക്തമായിട്ടുള്ള സാക്ഷിമൊഴികൾ ഉണ്ടല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ മാധ്യമപ്രവർത്തകയോട്, അതും ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയോട് അയാൾ പ്രകടിപ്പിക്കുന്ന രീതിയുണ്ട്. എന്താ പറയുന്നേ? അയാളിങ്ങനെ നെഞ്ചൊക്കെ വിടർത്തിയിട്ട് ഇങ്ങനെ ചോദിക്കുക, ആരാ എന്തിനാ ഞാൻ മറുപടി പറയുന്നത് എന്നുള്ളതാണ് ആ മാധ്യമപ്രവർത്തകയോട് ചോദിക്കുന്നത്. ആ രീതി തന്നെ, അയാളുടെ ആ സ്വഭാവ രീതി, അയാളുടെ ആ ശരീരഭാഷ തന്നെ കണ്ടാൽ അറിയാം അയാൾ എന്തൊക്കെ ചെയ്യും, എന്തൊരു തെമ്മാടിത്തരാണ് ചെയ്യുന്നത്. ആ മാധ്യമപ്രവർത്തക വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഇയാൾ നിരപരാധിയാണ് എങ്കിൽ അയാൾക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിൽ എന്താ പ്രശ്നം? കാരണം അയാൾ പറഞ്ഞു കിടക്കുന്നത്, ഞാൻ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല, എനിക്കറിയും പോലും ഇല്ല, അവരെന്നെ ചൂഷണം ചെയ്യാണ്, എന്നെ ഗൂഢാലോചനയുടെ പേരിൽ ആക്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ബ്രിജ്ഭൂഷണ് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തത്? എന്നിട്ട് ചെയ്യുന്ന തെമ്മാടിത്തരം കണ്ടോ? ആ മാധ്യമപ്രവർത്തക മൈക്ക് ഇങ്ങനെ നീട്ടിയപ്പോൾ ആ ഡോർ അടയ്ക്കാണ്. ആ കൈ തന്നെ അതിനിടയിൽ കുടുങ്ങിപ്പോയന്, വലിയ പരിക്കുണ്ടാവുമായിരുന്നു മാധ്യമപ്രവർത്തകർ. എന്തോ ഭാഗ്യത്താൽ ആ മാധ്യമപ്രവർത്തക ആ കൈ അങ്ങ് വലിച്ചതാണ്. അതിനിടയിൽ മൈക്ക് അയാൾ തകർത്തിട്ടാണ് കൊടുക്കുന്നത്. അയാൾക്ക് ദേഷ്യം വന്നു പോയി. ചോദ്യങ്ങൾ ചോദിക്കും. പൊതുവെ ഈ BJP നേതാക്കന്മാർ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ വിറളി പൂണ്ടുകയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ അവർക്ക് വലിയ ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നരേന്ദ്രമോദി അടക്കം ഇതുവരെ ഒരു പത്രസമ്മേളനം പോലെയുള്ള എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു പരിപാടി നടത്താത്തത്. എന്തുകൊണ്ടാണ്? ചോദ്യങ്ങൾ ഭയമുള്ളതുകൊണ്ടാണ്. പക്ഷെ ഈ മാധ്യമ പ്രവർത്തക അവിടെ അന്തസ് കാണിച്ചു, തൻ്റെ ഇടത്തോടു കൂടി നിന്നു. എന്നിട്ട് അവര് അത് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടി ഒന്ന് കാണുക. വ്യക്തമായിട്ട് മാധ്യമ പ്രവർത്തക അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സഹോദരിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. പേടിക്കാതെ, ഭയന്ന് നിൽക്കാതെ, പറയേണ്ടത് മുഖത്ത് നോക്കിയിട്ട് ആ മാധ്യമ പ്രവർത്തക തുറന്നു പറയുമ്പോൾ ഈ രാജ്യം അത് കേൾക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ക്യാമറ ഓൺ ചെയ്തിട്ടുള്ള ഈ സമയത്ത് പോലും ഒരു മാധ്യമ പ്രവർത്തകയോട് ഇങ്ങനെ പെരുമാറാൻ ഈ പറയപ്പെടുന്ന ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന MP-ക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അയാൾ എത്രത്തോളം അപകടകാരിയാണ്. അപ്പോൾ മറയ്ക്ക് പിന്നിൽ എന്തും അയാൾ ചെയ്യും എന്നല്ലേ വ്യക്തമാക്കുന്നുള്ളത്. ഇത്രയും ദൃശ്യം ക്യാമറ ഓൺ ചെയ്തിട്ടുള്ള ഈ സമയത്ത് ഇങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകയോട് പെരുമാറിയിട്ട് ഒരു കൂസലുമില്ലാതെ വണ്ടിയിൽ കയറി അയാൾ പോകുന്നുണ്ട് എങ്കിൽ അയാൾ എത്രത്തോളം അപകടകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ ആയിരിക്കാം ആ ഗുസ്തി താരങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടാവുക. അവര് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഏകദേശം ശരിയാണ് എന്ന് തീരുമാനിക്കേണ്ട, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിലൂടെയല്ലേ കടന്നു പോകുന്നുള്ളത്. എന്തായാലും ഈ മാധ്യമപ്രവർത്തക ടൈംസ് നൗവിന്റെ മാധ്യമപ്രവർത്തകയാണ്. അപ്പൊ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ദേശീയ മാധ്യമങ്ങളൊക്കെ ഇനി കണ്ടുപഠിക്കട്ടെ, അവരൊക്കെ പഠിക്കട്ടെ. വേറൊന്നും കൊണ്ടല്ല, എത്രയോ കാലങ്ങളായിട്ട് BJP-ക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തിയതല്ലേ, എത്രയോ കാലങ്ങളായിട്ട്. 2014 ശേഷം ഈ നിമിഷം വരെ BJP-ക്കൊപ്പം തന്നെയാണ് അവർ കണ്ടും കേട്ടുമൊക്കെ പഠിക്കട്ടെ. എന്താണ് ഇവർക്കെതിരെ നിയമം പ്രയോഗിക്കുമ്പോൾ, ഇവർക്കെതിരെ
അതിശക്തമായ രീതിയിൽ നടപടിയെടുക്കുമ്പോൾ ഇവർ ആരായി മാറുന്നു എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇയാളെ ഇതുവരെ സസ്പെൻഡ് ചെയ്തില്ല, ഇയാളെ അയോഗ്യനാക്കിയില്ല, ഇയാളെ ഇതുവരെയായിട്ടും ഇയാൾ വഹിക്കുന്ന ഒരു സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റിയിട്ടില്ല. അവരാണ് പറയുന്നത് ഞങ്ങളാണ് ഈ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷിതത്വം, ബെട്ടി പഠാവോ ബെട്ടി ബച്ചാവോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഇട്ട് ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നവർ ആരാണ് എന്നുള്ളത് ഇയാളിലൂടെ വ്യക്തമാവുകയാണ്. ഇയാളെ തൊടില്ല BJP, കാരണം തൊട്ട് കഴിഞ്ഞാൽ ഒരുപാട് മണ്ഡലങ്ങൾ കയ്യിൽ പോകും. ആ വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇയാളെ മെല്ലെ തലോടി കൊണ്ടുപോകലല്ലാതെ വേറെ വഴിയില്ല. ഇതാണ് ഇവിടെ നീതി. അതായത് ഒരു വിഭാഗം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്ന കേന്ദ്രത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കുകയും എന്നാൽ മറ്റുള്ളവർക്കെതിരെ തെറ്റ് ചെയ്യാതെ നടപടിയെടുക്കുകയും ചെയ്യുന്ന വ്യക്തമായ ഈ BJP സർക്കാരിന്റെ മുഖം ഇതിനേക്കാൾ നല്ല രീതിയിൽ ഇനി ചൂണ്ടിക്കാണിക്കാനില്ല. എന്തായാലും മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ കൊല്ലൂത്ത് നടത്തിയിട്ടുള്ള പല പ്രമുഖ നിരീക്ഷണ വിദഗ്ധന്മാർക്കുമൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയിരിക്കുകയാണ്. അതായത് അവർക്ക് കൊള്ളാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി എന്തായാലും ടൈംസ് നൗവിനടക്കം ഈ പറയപ്പെടുന്ന ബ്രിജ്ഭൂഷണെതിരെ റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും, വീഡിയോ ചെയ്യേണ്ടി വരും. കാരണം അവരുടെ ഒരു മാധ്യമ പ്രവർത്തകയോടല്ലേ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുള്ളത്. കാത്തിരുന്നു നമുക്ക് കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.